ഇന്നലെ ഞാൻ എസ് ഫോർ സെൽഫ് കെയർ ആണ് എൻ്റെ വിഷയമായിരുന്നത്. ഇന്ന് എന്തെന്നറിയാലോ, നമ്മുടെ ടീ ആണ്. ടീയിൽ പല പല വാക്കുകളുണ്ടെങ്കിലും ഏറ്റവും ഉത്തമമായ ഒരു വാക്കാണ് ടീ ഫോർ താങ്ക്സ്. നന്ദി. നമ്മൾ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ യൂണിവേഴ്സിനോടും നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ ആ കട്ടിൽ നിന്ന് എണീക്കാൻ. നമ്മളെ ഈ പ്രപഞ്ചം കാണിക്കാൻ നമ്മളെ അനുവദിക്കുന്നല്ലോ എന്നോർത്ത് നമ്മൾ നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ എണീക്കാൻ. അപ്പം തൊട്ട് തുടങ്ങണം നമ്മുടെ നന്ദി പ്രകാശം. അതിൻ്റെ ഒരു വില അപാരമാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ പാരൻസ് പറഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? താങ്ക്സ് പറയൂ. എന്തുകൊണ്ടാണ്? അവരെ പഠിപ്പിച്ചെടുക്കുകയാണ് ആ നന്ദി പറയേണ്ടത് എങ്ങനെ. എൻ്റെ ഫാദറൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ആഹാരം കഴിക്കുമ്പോൾ പോലും ദൈവത്തോട് ഇങ്ങനെ നന്ദി പറഞ്ഞിട്ടാണ് ആ ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നത്. അപ്പം അതൊക്കെ കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. വളരെ വളരെ നന്ദി പ്രകാശനം കണ്ടു വളർന്നവരാണ്. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, കുറച്ച് പേർക്കെങ്കിലും ഈ നന്ദി എല്ലാവരോടും പറയണമെന്നല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു തന്നാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്നവർക്ക് ഒരു ചായയോ ഒരു മിഠായിയോ ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഒരു നന്ദി, താങ്ക്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് ഏറ്റവും വിലപ്പെട്ടത്. കുറച്ച് പേരെങ്കിലും അത് പറയാൻ മറന്നു പോകും. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും പോലെ, പണ്ടൊക്കെ പഴഞ്ചൊല്ലുകളുണ്ട് പറയുന്നത് പോലെ, കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കും. എപ്പോഴും നോക്കണമെന്നോ ഒന്നുമല്ല, അറ്റ്ലീസ്റ്റ് അയ്യോ അവർ പറഞ്ഞത് ശരിയായിട്ടോ, ഒരു നന്ദി വിളിച്ചു പറഞ്ഞേക്കാം. അതിന് മുമ്പ് ഭയങ്കര ഫോൺ കോളായിരിക്കും, എപ്പോഴും വിളിക്കുക, എല്ലാം ചെയ്യും. പക്ഷെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഒരു ആദ്യത്തെ ഒരു താങ്ക്സ് പറയാൻ അവർ സമയവും കിട്ടില്ല, ചിലപ്പോൾ മറന്നും പോകും. പിന്നെ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ മറന്നുപോയി എന്തെങ്കിലും. അങ്ങനെയല്ല, നമ്മൾ കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങളെ ഈ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ താങ്ക്സ്, ഒരു നന്ദി. ഞങ്ങൾ പണ്ടൊക്കെ ഒരു തമാശ പറയുമായിരുന്നു. അതായത് ഒരു സായിപ്പ് എന്തോ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സായിപ്പിനോട് ചോദിച്ചു, തമാശയാണ്, നന്ദി വേണോ പണം വേണോ? അപ്പോൾ ആ സായിപ്പ് പറഞ്ഞു, നന്ദി മതി, നന്ദി. അതായത് അവർ പറയുന്ന ഭാഷയിൽ താങ്ക്സ് മതി, അല്ലാതെ അവർക്ക് കാശ്. അതൊരു എക്സാമ്പിളാണ്, ഒരു തമാശയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യങ്ങളും ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്താൽ, അതേപോലെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യത്തെ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്തു, രണ്ടാമത്തെ കാര്യത്തിന് അവർ ഹെൽപ്പ് ചെയ്തില്ല, അതോടെ പിണക്കം, പിന്നെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരിക്കലും പാടില്ല. ആദ്യം ചെയ്തു തന്ന കാര്യത്തിൻ്റെ ആ നന്ദി നമ്മളെപ്പോഴും കൊണ്ട് നടക്കണം മനസ്സിൽ. അപ്പം ഇന്നെന്താണ്? ടീ ഫോർ താങ്ക്സ്.